ഹലോ. ഇന്ന് നമുക്ക് പാലക്കിൻ്റെ ഒരു റെസിപ്പി കണ്ടാലോ? പാലക്ക് കൊണ്ടൊരു പരിപ്പുണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: തുമരപ്പരിപ്പ്, പച്ചമുളക്. തുമരപ്പരിപ്പും പച്ചമുളകും കൂടെ ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലക്ക് ചീര വേണം. ആവശ്യത്തിനുള്ള പുളി എടുത്ത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ: കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞളും കുറച്ച് ചെറുപയർ പരിപ്പും. ആദ്യം നമുക്ക് കടുക് പ്രോസസ്സാണ്. ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ടിട്ട് കടുക്, ജീരകം, കുറച്ച് ചെറുപയർ പരിപ്പ്, ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കടുക് വറുക്കാം. അഥവാ നമുക്ക് പച്ചമുളക് കയ്യിലില്ലെങ്കിൽ നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. കടുക് വറുക്കുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ റെസിപ്പി ആന്ധ്ര, തെലങ്കാന ഭാഗത്ത് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇവിടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഇലകൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആ ഇലകൾ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട്. കടുക് വറുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ച് പാലക് ചീര ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചീര വെന്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചീര നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളവും കൂടെ ആഡ് ചെയ്യാം. പുളിയുടെ പകരം നമുക്ക് വേണമെങ്കിൽ തക്കാളിയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം, അത് അവനവൻ്റെ ഇഷ്ടം. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. പരിപ്പ് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മല്ലിയില ഇട്ട് എടുക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ടാറ്റാ.